കോട്ടയം തിരുവഞ്ചൂരിൽ ആഭിചാരക്രിയയ്ക്ക് ഇരയാകേണ്ടി വന്ന യുവതി നേരിട്ടത് ക്രൂര പീഡനമെന്ന് വെളിപ്പെടുത്തൽ. ബാധ ഒഴിപ്പിക്കാനുള്ള പൂജാകർമ്മങ്ങൾ എന്ന പേരിൽ ഭർത്താവും വീട്ടുകാരും ചേർന്ന് മർദ്ദിക്കുകയും പൊള്ളലേൽപ്പിക്കുകയും ചെയ്തെന്ന് യുവതി പറഞ്ഞു. കേസിൽ യുവതിയുടെ ഭർത്താവ് ഉൾപ്പെടെ 3 പേർ റിമാൻഡിലാണ്. ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന അതിപ്രാകൃതമായ ആഭിചാരക്രിയയ്ക്കിരയായത് 24-കാരിയായ പെൺകുട്ടി. ഭർത്താവ് അഖിൽദാസും ഇയാളുടെ അച്ഛൻ ദാസും അമ്മ സൗമിനിയും മന്ത്രവാദി എന്ന പേരിലെത്തിയ ശിവദാസും ചേർന്നാണ് പെൺകുട്ടിയെ ആഭിചാരക്രിയകൾക്ക് ഇരയാക്കിയത്. ഞായറാഴ്ച രാവിലെ തുടങ്ങിയ മന്ത്രവാദം പകുതിയായപ്പോൾ തന്നെ യുവതിക്ക് ബോധം നഷ്ടപ്പെട്ടു. കാലിൽ പട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആ പട്ടും വെച്ച് കാലിൽ ഓരോ കെട്ട് കെട്ടിയിട്ട് ഓരോ മന്ത്രങ്ങളും പുള്ളിയിട്ട് കെട്ടി അതിന് ഓരോന്നും ചെയ്തിട്ട് ഏറ്റവും അവസാനം എനിക്ക് ഉണ്ടായത് എന്നാന്ന് എനിക്കറിയത്തില്ല. ആ അവസ്ഥയിൽ എൻ്റെ മുടിയിൽ ആണി വെച്ച് ചുറ്റി വെച്ചേക്കുമായിരുന്നു. ചുറ്റി വെച്ചിട്ട് ഏറ്റവും അവസാനം ഒരു വിറകൻ കഷ്ണത്തിനകത്തേക്ക് ആണി വെച്ചിട്ട് തറച്ച് ഞാൻ എൻ്റെ ബീഡി വലിച്ച്. സഹിക്കാൻ വയ്യാതായതോടെ നേരിടേണ്ടി വന്ന ദുരനുഭവം പെൺകുട്ടി സ്വന്തം വീട്ടുകാരെ വിളിച്ച് അറിയിച്ചു. തുടർന്ന് ആഭിചാരക്രിയയുടെ ദൃശ്യങ്ങൾ സഹിതം മണർക്കാട് പോലീസിന് പരാതി നൽകി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആദ്യം അഖിൽദാസിനെയും അച്ഛനെയും കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് തിരുവല്ല സ്വദേശിയായ ശിവദാസും അറസ്റ്റിലായി. 3 പേരും നിലവിൽ റിമാൻഡിലാണ്. യുവതിയുടെ മൊഴിപ്രകാരം ആഭിചാരക്രിയകൾക്ക് മുൻകൈയെടുത്തത് അഖിലിന്റെ അമ്മ സൗമിനിയാണ്. ഒളിവിലുള്ള സൗമിനിയെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. നാട്ടുകാരിൽ നിന്നും ഇവരുടെ ബന്ധുക്കളിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. 3 മാസമായി അഖിലുമായി പ്രണയത്തിലായിരുന്ന യുവതി 1 മാസം മുൻപാണ് ഇയാൾക്കൊപ്പം പോയത്. ന്യൂസ് മലയാളം, കോട്ടയം.